80കളുടെ ഒരു പകുതിയിലും 90കളിലും ഇറങ്ങിയിട്ടുള്ള സിനിമകൾ പലതും നമുക്ക് ഇന്നും വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ ഒരു സിനിമയാണ് കിരീടം. 1989 റിലീസായി. ഇപ്പോൾ അത് ഏകദേശം 30 വർഷമാണ് ആ സിനിമ ആയത്. ഇന്നും പല ഡയലോഗ്സും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ്. നിൻ്റെ അച്ഛനാടാ പറയുന്നത് എന്ന് നമ്മൾ തമാശയ്ക്ക് പോലും ഇപ്പോൾ പറയാറുണ്ട് പല സിറ്റുവേഷൻസിലും. അങ്ങനെയുള്ള സിനിമ ലാലേട്ടൻ സേതുമാധവനായി അഭിനയിച്ചു. അതുപോലെ തന്നെ കിരീടം ഉണ്ണി എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്ക് ആ ഒരു പേര് കിട്ടാൻ തന്നെ ഈ സിനിമ കാരണമായി എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഈ വ്യക്തികളിൽ പലർക്കും പലതും പറയാനുണ്ടാവും, ഓർമ്മകൾ പുതുക്കാനുണ്ടാവും. കിരീടം മലയാള സിനിമയുടെ ഒരു ട്രെൻഡ് മാറ്റിയ ചിത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേരുണ്ടാക്കി തന്നൊരു ചിത്രവും കിരീടം തന്നെയാണ്. അതാണ് എന്നെ കിരീടം ഉണ്ണി എന്ന് അറിയപ്പെടുന്നത്. മോഹൻലാൽ ആ ചിത്രത്തിൽ ക്ലൈമാക്സിൽ മോഹൻലാൽ പരാജയപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്, സേതുമാധവൻ. അപ്പം അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ പ്രേക്ഷകർ അംഗീകരിക്കില്ലെന്നും അത് വേണ്ട എന്നും പറഞ്ഞ് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായി. ഇങ്ങനെ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർ സ്വീകരിക്കില്ല എന്ന് ഉള്ള എൻ്റെ പാർട്ട്ണറുടെയും ബാക്കിയുള്ളവരുടെയും എൻ്റെ വിതരണക്കാരുടെയും ഒക്കെ പ്രഷറുണ്ടായി. അതിൻ്റെ പേരിൽ ചർച്ചകളുണ്ടായി. അവസാനം ഒരു തീരുമാനത്തിൽ ഞാനും സിബിയും ലോഹി എത്തി. ചിത്രം നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഥ അതേപോലെ മാത്രമേ ചിത്രീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വരി പോലും മാറ്റി ചിത്രീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ അതിനോടൊപ്പം 100% ആത്മാർത്ഥമായിട്ട് മോഹൻലാലിൽ നിന്ന് തനിയാവർത്തനം പോലുള്ളൊരു ചിത്രം എൻ്റെ മനസ്സിൽ വല്ലാതെ എന്നെ സ്വാധീനിച്ച ഒരു ചിത്രമാണ്. അപ്പോൾ അങ്ങനെ സിബിയായിട്ടുള്ളൊരു ബന്ധം കൊണ്ട് ഞാൻ സിബിയുടെ ഇത് പറയും. സിബിയും ഞാനും കൂടെ അന്ന് അവർ വേറൊരു പടത്തിൻ്റെ വർക്കിനായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് അമൃതയിലുണ്ടായി. അപ്പോൾ ഞാൻ പോയി ലോഹിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഒരു നല്ലൊരു സൗഹൃദം ലോഹിയായിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ലോഹി അതിൻ്റെ ഒരു എലിമെൻ്റ് എൻ്റെ അടുത്ത് പറയുന്നത്. ആ എലിമെൻറ്റിൽ ലോഹി ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ: അച്ഛനെ തല്ലുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മകൻ്റെ ഒരു അവസ്ഥ, അയാൾ ഗുണ്ടയായിട്ട് മാറേണ്ടി വരുന്നു. അപ്പോൾ അതിലെനിക്കൊരു ഭയങ്കരമായിട്ടൊരു ഇത് തോന്നി. കാര്യം അത്ര മതി അതിന്. ഏതൊരു മകനും തൻ്റെ അച്ഛനെ തല്ലുന്നത് കണ്ടാൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. എത്ര പാവപ്പെട്ട വളരെ സാധുവായ ഒരു മകനാണെങ്കിൽ പോലും അച്ഛനെ തല്ലുന്നത് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല. അച്ഛനെയല്ല, അമ്മയായാലും ശരി, സഹോദരങ്ങളായാലും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ നല്ലൊരു എലിമെൻ്റ് ഉണ്ടെന്നുള്ളത് എൻ്റെ മനസ്സിൽ പറഞ്ഞു. ലൊക്കേഷൻ ആദ്യം പാലക്കാട് ആയിരുന്നു ലൊക്കേഷൻ ഫിക്സ് ചെയ്ത്. ആ ലൊക്കേഷൻ നോക്കാനായിട്ട് പാലക്കാട് പോയി ലൊക്കേഷനൊക്കെ കണ്ടതുമാണ്. അവിടെ അന്ന് കളക്ടറായിരുന്നത് എൻ്റെ ക്ലാസ്മേറ്റായിരുന്ന ജിജി തോംസണാണ്. ജിജി തോംസൺ പറഞ്ഞ് എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ജിജിയൊക്കെ പോയി കണ്ട് എല്ലാം റെഡിയായി വന്ന സമയത്താണ് തിലകൻ ചേട്ടൻ്റെ ഒരു പ്രശ്നം വന്നു. തിലകൻ ചേട്ടൻ അച്യുതൻ നായരായിട്ട്, അതായത് മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കേണ്ട തിലകൻ ചേട്ടന് ഡേറ്റില്ല. കാര്യം അദ്ദേഹം തിരുവനന്തപുരത്ത് 2 ചിത്രങ്ങളിൽ അഭിനയിക്കുകയാണ്. ഒന്ന് ചാണക്യനും, ഒന്ന് നമ്മുടെ വർണ്ണം എന്ന് പറഞ്ഞൊരു ചിത്രം. ഈ 2 ചിത്രത്തിലും തിലകൻ ചേട്ടനുണ്ട്. ഈ 2 ചിത്രത്തിലെ അഭിനയത്തിൻ്റെ ഇടയിൽ കൂടെ ചേട്ടന് പാലക്കാട് വന്ന് ചെയ്യാനും പറ്റില്ല. അപ്പം ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ: തിലകൻ ചേട്ടനില്ലാതെ ഈ ചിത്രം ഷൂട്ട് ചെയ്യാനും പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾ ലൊക്കേഷൻ തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത്. അപ്പം ഫ്രീ ടൈമിൽ മാത്രമേ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞു, എന്നെ വിട്ടേക്കുക, എനിക്ക് പറ്റില്ല ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് തിലകൻ ചേട്ടൻ ഇല്ലെങ്കിൽ ഈ പടം ഞങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് വരെ എനിക്ക് പറയേണ്ടതായിട്ട് വന്നു. അവസാനം തിലകൻ ചേട്ടൻ സമ്മതിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്തേ ഞാൻ സമയം തരാൻ പറ്റുള്ളൂ എനിക്ക്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ വന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്ക് ഈ 2 ചിത്രത്തിൻ്റെ ഇടയിൽ ഞാൻ അവരടുത്തും കൂടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തു തരാം. അങ്ങനെയാണ് കിരീടത്തിൽ തിലകൻ ചേട്ടൻ സഹകരിച്ചതും 100% ആത്മാർത്ഥമായിട്ട് ആ ഒരു മഹാനടൻ എന്ന് തന്നെ പറയണം, മഹാനടൻ ഞങ്ങളുടെ കൂടെ സഹകരിച്ച് ആണ് ആ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് സഹകരിച്ചത്. ക്ലൈമാക്സ് ഫൈറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ 2 ക്യാമറ വെച്ച് ഫൈറ്റ് ചെയ്യാണ്. അപ്പം അതിൽ ഒരു ഷോട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഫൈറ്റല്ല. അവർ മോഹൻലാലിനെയും കീരിക്കാടൻ ജോസിനെയും അങ്ങ് വിട്ടിരിക്കുകയാണ്. ക്യാമറ ഫോളോ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ ഫൈറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ ക്ലൈമാക്സ് കണ്ടാലറിയാം, മോഹൻലാൽ ചാണകത്തിൽ ചവിട്ടി വീഴുന്നുണ്ട്. ആ ചാണകച്ചോട്ട് വീഴുന്ന സമയത്ത് സത്യത്തിൽ നമ്മളൊക്കെ നെഞ്ചലത്ത് കൈവച്ച് പോയി. കാര്യം ഈ മാടുകളെ കെട്ടാനായിട്ട് കുറ്റി അടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുറ്റിയിൽ ആണ് ലാല് വീഴുന്നതെന്നുണ്ടെങ്കിൽ മാരകമായ മുറിവ് ഉണ്ടാവാൻ ചാൻസ്. പക്ഷേ ഭാഗ്യം കൊണ്ട് ആ ചിത്രീകരണം വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മലയാള സിനിമയ്ക്ക് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്ന സിനിമ തന്നെയാണ്
കിരീടം.